ഓക്കെ, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റിൽ നിന്നും മിക്ക എക്സാമുകൾക്ക്, അതായത് പ്രൊഫഷണൽ എക്സാമുകളായ CA, CMA, CS എക്സാമുകൾക്ക് മിക്കപ്പോഴും ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. ഇതെങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടത് എന്നുള്ളത് പറഞ്ഞുതരാം. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കണം. ഇതിന് നമുക്ക് ബേസ് ആയിട്ട് വേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്റർ സ്റ്റേറ്റ് സപ്ലൈ നടത്തുമ്പോൾ ഏത് GST ആണ് പേ ചെയ്യുന്നത്, ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ നടത്തുമ്പോൾ ഏത് GST ആണ് പേ ചെയ്യേണ്ടത്, അതറിയാലോ അല്ലേ? അതറിയാമെങ്കിൽ പകുതി ഓക്കെ, ആണ്. സെറ്റ് ഓഫ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് എങ്ങനെയാണ് സെറ്റ് ഓഫ് ചെയ്യേണ്ടത് എന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. Mr. X has following ITCs with him at the beginning of the tax period. അതായത് കഴിഞ്ഞ വർഷത്തെ ക്യാരി ഫോർവേഡ് ചെയ്തു വന്ന ITCകൾ അയാളുടെ കയ്യിലുണ്ട്. CGST ഒരു 30,000 ഉണ്ട്, SGST ഒരു 30,000 ഉണ്ട്, IGST ഒരു 70,000 ഉണ്ട്. ഓൾറെഡി അയാളുടെ കയ്യിലുണ്ട്. പറഞ്ഞാൽ മനസ്സിലായോ? കഴിഞ്ഞ വർഷത്തുനിന്ന് ക്യാരി ഫോർവേഡ് ചെയ്ത് വന്നതാണ്. അതിനോടൊപ്പം ഈ വർഷം നമ്മൾ പർച്ചേസ് ചെയ്യുന്നതിന്റെ ഇൻപുട്ട് ടാക്സ് എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. അതാണ് നമ്മുടെ ആദ്യത്തെ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത്. പറഞ്ഞാൽ മനസ്സിലായോ? കഴിഞ്ഞ വർഷത്തെ ക്യാരി ഫോർവേഡ് ചെയ്ത് വന്ന ITCകൾ, അതായത് CGSTയുടെ ITC, SGSTയുടെ ITC, അതുപോലെ IGSTയുടെ ITC നമ്മുടെ കയ്യിലുണ്ട്. അതിനോടൊപ്പം നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ഈ വർഷം നമ്മൾ സാധനം പർച്ചേസ് ചെയ്യുന്നുണ്ട്, അതിന് ഇൻപുട്ട് ടാക്സ് അടയ്ക്കണമല്ലോ, അതുകൂടി ആഡ് ചെയ്യാൻ പോവാം. അതാണ് നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ്. അതിന് വേണ്ടിയിട്ട് ഞാൻ കാണിച്ചു തരാം. അതിന് വേണ്ടിയിട്ട് ടേബിൾ വരയ്ക്കണേ. ടേബിൾ വരച്ചു. പർട്ടിക്കുലേഴ്സ്, ഇതിലെ ഓർഡർ എങ്ങനെയാണ് തന്നെ എഴുതാം. ഓർഡർ എങ്ങനെയാണ്? CGST, SGST, IGST, CGST, SGST, IGST. ഓപ്പണിംഗ് ബാലൻസ് നമ്മൾ എഴുതുക. അതായത് കഴിഞ്ഞ വർഷത്തെ ക്യാരി ഫോർവേഡ് ചെയ്ത് വന്ന ITCയുടെ ഓപ്പണിംഗ് ബാലൻസ്. ഓപ്പണിംഗ് ബാലൻസ് എത്രയൊക്കെയാണെന്ന് പറയാമോ? CGST എത്രയുണ്ട്? CGST 30,000. SGST 30,000. എത്ര? 30,000. 30,000. 30,000. SGST 30,000 ആണോ? SGST 30,000. IGST 70,000. ഇങ്ങനെയല്ലേ? അതെ അതെ. ഓക്കെ, അതിനോടൊപ്പം നമ്മള് കറണ്ട് പീരീഡിലെ ഇൻപുട്ട് ടാക്സ് എന്ത് ചെയ്യാൻ പോവാണ്? ആഡ് ചെയ്യാം. ഇൻപുട്ട് ടാക്സ് പേ ചെയ്യേണ്ടി വരിക എപ്പോഴാണ്? പർച്ചേസ് ചെയ്യുമ്പോഴോ സെയിൽ ചെയ്യുമ്പോൾ? ഇൻപുട്ട് ടാക്സ് നമ്മൾ കൊടുക്കേണ്ടി വരിക എപ്പോഴാണ്? പർച്ചേസ് ചെയ്യുമ്പോഴാണോ സെയിൽ ചെയ്യുമ്പോഴാണോ? പറഞ്ഞോ. ഇൻപുട്ട് ടാക്സ് സെയിൽ ചെയ്യുമ്പോൾ ആണോ? ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അല്ലെങ്കിൽ ഇൻപുട്ട് ടാക്സ് നമ്മൾ എപ്പോഴാണ് അടയ്ക്കുന്നത്? പർച്ചേസ് ചെയ്യുമ്പോ അല്ലെ? റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്ത് അത് ആ പേയ്മെന്റിന്റെ കൂടെ നമ്മൾ GST പേ ചെയ്യില്ല, അതിലല്ലേ നമ്മൾ ഇൻപുട്ട് ടാക്സ് എന്ന് പറയുന്നത്. സോ ഇൻപുട്ട് ടാക്സ് നമ്മൾ പേ ചെയ്യുന്നത് പർച്ചേസ് ചെയ്യുമ്പോഴാണ് അല്ലെ? അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റാസിലേക്ക് വരിക. അതിലെ പർച്ചേസസ് എന്ന് പറയുന്ന കാര്യങ്ങൾ എടുക്കുക. പർച്ചേസ് ചെയ്യുമ്പോഴാണല്ലോ ഇൻപുട്ട് ടാക്സ് അടയ്ക്കുക. അതിലയാള് ഇൻട്രാ സ്റ്റേറ്റ് പർച്ചേസ് നടത്തുന്നത്. ഇൻട്രാ സ്റ്റേറ്റ് പർച്ചേസ് നടത്തുമ്പോൾ നമ്മൾ ഏതൊക്കെ ടാക്സ് പേ ചെയ്യേണ്ടത്?
CGST യും SGST ആണല്ലോ, സംശയമില്ലല്ലോ. അപ്പൊ 3 ലക്ഷം രൂപയുടെ ഇൻട്രാ സ്റ്റേറ്റ് പർച്ചേസ് അയാൾ നടത്തുന്നുണ്ട്. അപ്പൊ അയാൾ അവിടെ CGST SGST പേ ചെയ്യുന്നുണ്ടാവും. എത്ര ശതമാനം വെച്ച് പേ ചെയ്യുന്നുണ്ടാവും? 9% വെച്ച്. ശരിയല്ലേ? റേറ്റ് തന്നിട്ടുണ്ട് നമുക്ക്. ഇൻട്രാ സ്റ്റേറ്റ് പർച്ചേസ് 3 ലക്ഷം രൂപയുടെ നടന്നിട്ടുണ്ട്. ആ 3 ലക്ഷത്തിനോടൊപ്പം അയാൾ 9% CGST 9% SGST അടച്ചിട്ടുണ്ടാവും, പേ ചെയ്തിട്ടുണ്ടാവും. അത് നമുക്ക് ഇവിടെ എടുക്കരുതോ? എടുക്കാം. സോ ഇൻട്രാ സ്റ്റേറ്റ് പർച്ചേസ് എന്ന് എഴുതുക. 3 lakhന്റെ 9% അല്ലേ? 3 lakhന്റെ 9% CGST എത്ര വരും പറഞ്ഞേ? 27,000. സെയിം തന്നെ ഇവിടെ അല്ലേ? സെയിം തന്നെ അല്ലേ? 27,000 തന്നെയല്ലേ? അവിടെ തീർന്നു, കഴിഞ്ഞു. അടുത്ത വീണ്ടും ക്വസ്റ്റിലേക്ക് വരിക. ഇന്റർ സ്റ്റേറ്റ് പർച്ചേസ് അയാൾ നടത്തിയിട്ടുണ്ട്. ഇന്റർ സ്റ്റേറ്റ് പർച്ചേസ് 50,000 രൂപയുടെ ഇന്റർ സ്റ്റേറ്റ് പർച്ചേസ് നടത്തിയിട്ടുണ്ട്. അപ്പൊ അയാൾ എന്തായിരിക്കും അവിടെ പേ ചെയ്തിട്ടുണ്ടാവുക? ഏത് GST ആയിരിക്കും? IGST. റേറ്റ് ഇവിടെ തന്നിട്ടുണ്ടല്ലോ, 18%. ഇന്റർ സ്റ്റേറ്റ് പർച്ചേസ് നടത്തുമ്പോ നമ്മൾ IGST പേ ചെയ്യണം ടാക്സ് ആയിട്ട് അല്ലേ? 50,000ന്റെ 18%. 50,000ന്റെ 18%. ഇവിടെ താഴെ ഇന്റർ സ്റ്റേറ്റ് പർച്ചേസ് കൊടുക്കുക. ഇന്റർ സ്റ്റേറ്റ് പർച്ചേസ് നടത്തിയപ്പോ അതായത് 50,000 അല്ലെ? 50,000 × 18%. എത്ര വരും? 9,000. സോ ഇത്രയാണ് അയാൾക്ക് ടോട്ടലി കിട്ടുന്ന ITC. ശരിയല്ലേ? കഴിഞ്ഞ വർഷത്തെയും ഈ വർഷത്തെയും കൂടെ കൂട്ടുമ്പോ അയാൾക്ക് ഇത്രയല്ലേ ITC വരിക. CGST എത്ര ഉണ്ട്? ഒരു 57,000 ഉണ്ട്. SGSTയും ഒരു 57,000 ഉണ്ട്. IGST എത്ര ഉണ്ട്? ഒരു 79,000. കറക്റ്റാണോ? സംഗതി കത്തിയോ? എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല, എത്ര വരെ മനസ്സിലായി. ശരി, നമുക്ക് നോക്കാം ശരിയാണോ നോക്കാം ചെയ്തിരിക്കുന്നത്. 57,000 70,000 ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. ടോട്ടൽ ITC കാണുക. കമ്പ്യൂട്ടേഷൻ ഓഫ് ടോട്ടൽ ITC ആണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. സംശയമൊന്നുമില്ലല്ലോ? ഉറപ്പാണേ? അങ്ങനെയാണെങ്കിൽ നമുക്കിനി സെറ്റ് ഓഫിലേക്ക് പോവാം. ഇയാളുടെ ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റി കഴിഞ്ഞ ദിവസങ്ങളിലെ എക്സാമ്പിൾ പോലെ ഡയറക്റ്റ് നമുക്ക് തന്നിട്ടുണ്ടോ? ഇയാളുടെ ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റി നമ്മൾ കഴിഞ്ഞ പ്രോബ്ലം ചെയ്ത പോലെ ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ടോ എന്നാണ് ചോദ്യം. ഇല്ല. ഔട്ട്വേർഡ് സപ്ലൈസ് എന്ന് പറഞ്ഞ് ഇന്റർ തിരിച്ചു തന്നിട്ടുണ്ട്. ഔട്ട്വേർഡ് ടാക്സബിൾ സപ്ലൈസ് എന്ന് പറഞ്ഞ് ഇൻട്രാസ്റ്റേറ്റ് സപ്ലൈ ഇന്റർ സ്റ്റേറ്റ് സപ്ലൈ തന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാം. എങ്ങനെ ചെയ്യാം? നോക്കിയോ. സെറ്റ് ഓഫ് ചെയ്യാൻ പോണേ. കമ്പ്യൂട്ടേഷൻ ഓഫ് നെറ്റ് GST പേയബിൾ. കമ്പ്യൂട്ടേഷൻ ഓഫ് നെറ്റ് GST പേയബിൾ നമ്മൾ ചെയ്യാൻ പോവാം. പർട്ടിക്കുലേഴ്സ് CGST, SGST, IGST. CGST, SGST, IGST. ഔട്ട്വേർഡ് സപ്ലൈ ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റി ആണ് എഴുതേണ്ടത്. ഔട്ട്വേർഡ് സപ്ലൈക്ക് നമ്മൾ ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റി വരും. ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റി ഇവിടെ ഡയറക്റ്റ് തന്നിട്ടില്ല. ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റി നമ്മൾ മുമ്പ് ചെയ്ത പ്രോബ്ലം പോലെ ഇവിടെ ഡയറക്റ്റ് തന്നിട്ടില്ല. ജസ്റ്റ് ഒന്ന് കണ്ടുപിടിക്കേണ്ടി വരും. എങ്ങനെ കണ്ടുപിടിക്കാം? ഇൻട്രാസ്റ്റേറ്റ് സപ്ലൈ നടത്തുമ്പോ നമ്മൾ ഏത് ഔട്ട്പുട്ട് ടാക്സ് പേ ചെയ്യണ്ടേ? CGST, SGST വേണം അതല്ലേ? 8 ലക്ഷം × 9% വെച്ച് CGST, SGST 3
കൊടുക്കേണ്ടി വരില്ലേ? കൊടുക്കേണ്ടി വരും. സോ അത് ആദ്യം എഴുതിക്കോ. 8 ലക്ഷത്തിന് എത്ര വരും എന്ന് പറയണേ? 8 ലക്ഷത്തിന്റെ 9% അല്ലേ? 8 ലക്ഷത്തിന്റെ 9% ആണോ? 72,000 CGST വരും. സെയിം 72,000 തന്നെ എത്ര ഏതിൽ വരും? SGST വരും. ഇനി നമുക്ക് ഏതാ നോക്കണ്ടേ? IGSTക്ക് വേണ്ടിയിട്ട് ഇന്റർ സ്റ്റേറ്റ് സപ്ലൈ നോക്കാം. 3 ലക്ഷം രൂപയുടെ ഇന്റർ സ്റ്റേറ്റ് സപ്ലൈ നടത്തിയിട്ടുണ്ട്. 18% അയാൾ GST അടയ്ക്കേണ്ടി വരും അല്ലേ? 3 ലക്ഷം അതിന്റെ 18%. 3 ലക്ഷത്തിന്റെ 54,000. എത്രയാ? 54,000. ഇതാണോ? അതെ അതാണോ ഫിഗർ? അതെ 3 ലക്ഷത്തിന്റെ 54,000. ഇനി നമ്മൾ എന്ത് എഴുതുക? താഴെ സാധാരണ ചെയ്യുന്ന പോലെ ടോട്ടൽ ITC എത്രയാണ് അവൈലബിൾ എന്നുള്ളത് എഴുതുക. CGSTക്ക് എത്ര ഉണ്ടായിരുന്നു? 72,000. നമ്മൾ ടോട്ടൽ കണ്ടുപിടിച്ചില്ലേ? ടോട്ടൽ ITC ഇതിന്ന് ടോട്ടൽ ITC അത് 57,000. 57,000 ഇവിടെ എത്രയായിരുന്നു? IGST 79,000. സെറ്റ് ഓഫ് ചെയ്യാം. നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാം. പ്രോസസ്സ് മനസ്സിലായോ? മനസ്സിലായി. ആദ്യം നമ്മൾ IGST സെറ്റ് ഓഫ് ചെയ്യണം അല്ലേ? ആദ്യം നമ്മൾ IGST സെറ്റ് ഓഫ് 54,000 ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റി. 54,000 IGSTയുടെ ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റി. ഇൻപുട്ട് ടാക്സ് നമ്മുടെ കയ്യിൽ 79,000 ഉണ്ട്. സെറ്റ് ഓഫ് ചെയ്യരുതോ? ചെയ്യാമോ? ചെയ്യാൻ പറ്റും. ചെയ്യാലോ. ബാക്കി എത്ര വരും? 25,000 വരും. ബാക്കി 25,000 വരും. ടാക്സ് ലയബിലിറ്റി ഒന്നും ഇല്ല, തീർന്നു. IGSTയുടെ ടാക്സ് ലയബിലിറ്റി ഒന്നും ഇല്ല, സെറ്റ് ഓഫ് ചെയ്തു. അതുകൊണ്ട് താഴെ ടാക്സ് പേയബിള് നില്ലെന്ന് കൊടുക്കുക. ഇങ്ങനെ ഈ ഫോർമാറ്റ് അങ്ങ് പഠിച്ചോണേ. ടാക്സ് പേയബിൾ നിൽ കൊടുത്തേ. IGSTയുടെ ഇൻപുട്ട് ടാക്സ് റേറ്റ് ഫുള്ളും യൂട്ടിലൈസ് ചെയ്യണമെന്നാണ് റൂള് ആദ്യമേ. ഈ 25,000 നമ്മൾ ആർക്ക് കൊടുക്കും? CGSTക്കോ അല്ല SGSTക്കോ? CGSTക്കോ അല്ലെങ്കിൽ SGSTക്കോ കൊടുക്കാം. ഇന്ന പ്രപ്പോർഷൻ ഒന്നും വല്ലതും ഉണ്ടോ? ഇല്ല. നമ്മുടെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസസിക്ക് ഫേവറബിൾ ആവുന്ന രീതിയിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കൊടുക്കണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അല്ലേ? സോ ഇവിടെ ഞാൻ ഒരു കാര്യം ചെയ്യാം. ഞാൻ 25,000 രൂപയും SGSTക്ക് ഞാൻ കൊടുക്കാം. ഓക്കെ. IGSTയുടെ ബാക്കി വന്ന ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഞാൻ മുഴുവൻ CGSTയുടെ ലൈബിലിറ്റി സെറ്റ് ഓഫ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാൻ പോവാണ്. വിഷപ്രിയ കത്തിയോ? മനസ്സിലായി. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? 72,000 ആദ്യം 25,000 കുറയ്ക്കണം. എത്ര വരും? 47,000. വീണ്ടും പേയബിൾ തന്നെയല്ലേ വരുന്നത്? സെറ്റ് ഓഫ് ആയില്ലല്ലോ അവിടെ. ലൈബിലിറ്റി സെറ്റ് ഓഫ് ആയിട്ടില്ലല്ലോ. 47,000 രൂപ ഇനിയും അടയ്ക്കാൻ വന്നേക്കുവാണ്. സോ അത് സെറ്റ് ഓഫ് ചെയ്യാൻ നമുക്ക് ഏത് ഉപയോഗിക്കാം? CGSTയുടെ ക്രെഡിറ്റ് ഉപയോഗിക്കരുതോ? എത്ര വരും ബാക്കി? 10. പേയബിൾ അല്ലേ വരുന്നേ? 57,000 ആണ്. സോറി, അല്ല, പേയബിൾ അല്ല, എക്സസ് വരും അല്ലേ? പേയബിൾ അല്ല, ക്യാരി ഫോർവേഡ് 10,000. ശരിയല്ലേ? ക്യാരി ഫോർവേഡ് വരും 10,000. എന്തുകൊണ്ടാ ക്യാരി ഫോർവേഡ് വന്ന കൃഷ്ണപ്രിയ? അത് എക്സസ് വന്നത് നമുക്ക് അടുത്ത വർഷത്തേക്ക്. അതിപ്പോ നമ്മുടെ കയ്യിലുണ്ടെന്ന് വെച്ചാൽ SGSTയുടെ ഒരു തരത്തിലുള്ള ലൈബിലിറ്റി നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാനും പറ്റത്തില്ല. അതുകൊണ്ട് അത് എന്ത് ചെയ്തേക്കുക?
ക്യാരി ഫോർവേഡ് ചെയ്തേക്കാം. അപ്പൊ നമുക്കൊരു 10,000 രൂപ ക്യാരി ഫോർവേഡ് വന്നു. അസിസിക്ക് അത് ബെനിഫിഷ്യൽ അല്ലേ? അതാണ് എന്റെ ചോദ്യം. ബെനിഫിഷ്യൽ ആണോ അല്ലേ? ആണ്. അതെ. അതവിടെ കഴിഞ്ഞു. ഇനി നമുക്ക് SGSTയുടെ സെറ്റ് ഓഫ് ചെയ്യാം. എത്ര വരും? 72,000 57,000 കുറയ്ക്കും. എത്ര വരും? 25,000. 25,000 ആണോ? അതെ അതെ. 25,000. 72,000 57,000. ചെക്ക് ചെയ്തേ. പതിനഞ്ചല്ലേ? 15 വരുന്നേ? 20 ആണോ? 72 57 10 67 5 അല്ലേ? 72 20,000. 72,000. ആ 15,000 അല്ലേ? 15,000 അല്ലേ? അതെ അതെ 15,000. ഈ 15,000 പേയബിൾ അല്ലേ? അതെ. സോ 15,000 പേയബിളിന്റെ താഴെ. പേയബിൾ ഒരു 15,000 വന്നു. ക്യാരി ഫോർവേഡ് ഒരു 10,000 വന്നു. പേയബിൾ ഒരു 15,000 വന്നു. ക്യാരി ഫോർവേഡ് ഒരു 10,000 വന്നു. സംശയമില്ലല്ലോ ഇതില്? ഇല്ല. ഓക്കെ, ഇവിടെ എന്താ അവർ ചെയ്തിരിക്കുന്നത് നോക്കാം. ഇതൊരു രീതി മാത്രമാണ്. ഞാൻ മുഴുവനും CGSTക്കല്ലേ കൊടുത്തേ? അതെ. ഇവിടെ അവരെന്താ ചെയ്തേക്കുന്നത്? ഇവിടെ എന്താ അവർ ചെയ്തേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് 25,000 അല്ല നമുക്ക് IGSTയുടെ ബാക്കി ഉണ്ടായിരുന്നത്. IGSTയുടെ ലൈബ്രറി പോയി കഴിഞ്ഞാൽ 25,000 അല്ല ഉണ്ടായിരുന്നത് അല്ലേ? അതെ അതെ. അതിൽ 15,000 അവർ CGSTക്ക് കൊടുത്തു. CGSTക്ക് കൊടുത്തു. 10,000 SGSTക്ക് കൊടുത്തു. അങ്ങനെ ഒന്ന് ചെയ്യാമോ? ഒരു ആൾട്ടർനേറ്റീവ് ആയിട്ട് തന്നെ ചെയ്യാമോ? സാറേ ഞാൻ മറ്റേത് എഴുതിയിട്ടില്ല, അതൊന്ന് എഴുതിയിട്ട് ചെയ്താലും മതി. എങ്ങനെയാന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം. കാണാമല്ലോ.
എഴുതിയോ? ആ എഴുതി. എഴുതിയെങ്കിൽ ഞാൻ ജസ്റ്റ് തുടയ്ക്കുവാണേ. അവരെന്താ ചെയ്തേക്കുന്നത്? ഈ 25,000 ഇല്ലേ, 25,000, അതില് 15,000 CGSTക്കും 10,000 SGSTക്കും കൊടുത്തിരിക്കുകയാണ്. ഷപ്രിയ കേൾക്കുന്നുണ്ടോ? ഒന്ന് സെറ്റ് ഓഫ് ചെയ്തേ. ഇവിടെ ലൈബിലിറ്റി ഇല്ല, നില്ലായേ. IGST ലൈബിലിറ്റി സെറ്റ് ഓഫ് ആയേ. പേയബിൾ ഒന്നും ഇല്ല, ഇല്ല. ക്യാരി ഫോർവേഡ് വല്ലതും ഉണ്ടെങ്കിൽ ഇവിടെ എഴുതിക്കോ. പേയബിൾ വല്ലതും വരുന്നുണ്ടോ? എക്സസ് ക്രെഡിറ്റ് ക്യാരി ഫോർവേഡ് ആവുന്നുണ്ടോ എന്നൊക്കെ ഉള്ളത്. എനിക്കൊരു 5,000 പേയബിൾ വരുവാണ് അല്ലേ? ഓക്കെ, 5,000 ഉള്ളൂ പേയബിള്. ക്യാരി ഫോർവേഡും ഇല്ല അല്ലേ? ജസ്റ്റ് ഞാൻ ചെയ്തേക്കാം. 72,000-ൽ നിന്ന് 15,000 നമ്മൾ ആദ്യം സെറ്റ് ഓഫ് ചെയ്യുന്നു. എത്ര വന്നു അപ്പൊ? 72,000. CGSTയുടെ ഔട്ട്പുട്ട് ടാക്സ് ലൈബിലിറ്റി 72,000 ആണ്. അതിനെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട്, സെറ്റ് ഓഫ് ചെയ്യാനായിട്ട് നമ്മൾ IGSTയുടെ 15,000 കിടപ്പുണ്ട്, അത് ഉപയോഗിക്കുന്നു. ബാക്കി എത്ര വന്നു? 57,000. ആ 57,000 സെറ്റ് ഓഫ് ചെയ്യാൻ ഇവനെ ഉപയോഗിക്കരുതോ? അപ്പോ ലൈബിലിറ്റി എന്തായി? നില്ലായി. 72,000-ൽ നിന്ന് 10,000 കുറയ്ക്കുന്നു. IGSTയുടെ ക്രെഡിറ്റ് എത്ര വന്നു? 62,000. ശരിയല്ലേ? ആ 62,000 സെറ്റ് ഓഫ് ചെയ്യാൻ നമ്മൾ ഏത് ഉപയോഗിക്കുന്നു? 57,000 ഉപയോഗിക്കുന്നു. ബാക്കി എത്ര ഉണ്ട്? ബാക്കി 5,000. ബാക്കി 5,000. പേയബിൾ അല്ലേ? അതെ. ക്യാരി ഫോർവേഡ് ഒന്നും ഇല്ലല്ലോ. ഇല്ല. ഇതാണ് സംഗതി. കിട്ടിയില്ലേ? മനസ്സിലായി. വേറൊരു ക്വസ്റ്റ്യൻ തരാം. ചെയ്യുമല്ലോ? ചെയ്യില്ലേ? ചെയ്യാം.
ദാ 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 ക്വസ്റ്റ്യൻ എഴുതിയെടുത്ത് വേഗം ചെയ്തു.